ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ ഇവിടെ ഈ വീട് വ്യത്യസ്തമാവുന്നത് രണ്ട് ബ്രദേഴ്സിന്റെ മനസ്സിന്റെ ഒത്തൊരുമയാണ്. കാരണം ഒരുപോലത്തെ രണ്ട് വീടുകൾ എല്ലാവരും ഇപ്പൊ എന്താണ് വെറൈറ്റി എന്ന് പറയുന്ന സമയത്ത് എന്റെ വീടിന്റെ എന്റെ സഹോദരന്റെ അതേപോലത്തെ വീട് മതി എനിക്കെന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സിന്റെ വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നുള്ളത്. നമുക്ക് ഈ വീടൊന്ന് കാണാം. നമുക്ക് വീടൊന്ന് കാണാം. വാവ്, ഡബിൾ ഹൈറ്റ് ചെയ്തിട്ടുള്ള ഹാള്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ, ടേബിൾ സ്റ്റോൺ കൊണ്ട് ചെയ്തിട്ടുള്ള കോഫി ടേബിള്, അതുപോലെ തന്നെ പാർട്ടീഷന്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ളത്. ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് 6x4 സൈസിൽ വരുന്ന സൊമാനി എന്ന് പറയുന്ന ബ്രാൻഡിൽ അസിയാഗ ഗ്രേ എന്ന് പറയുന്ന ഡിസൈനാണ്. 6x4 സൈസാണ്. അതുപോലെ 3mm തിക്നെസ് വിത്ത് ബ്ലാക്ക് കളർ എപ്പോക്സി. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചത്തുവാരിയോ ടൈലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഗ്രേ, വുഡൻ, അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റൽ കളേഴ്സ്, ഇതിനൊരു കോമ്പിനേഷനാണ് വരുന്നത്. കുറച്ച് ഗോൾഡൻ, അതായത് വളരെ കുറഞ്ഞ കളറുകളുടെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റായ ടൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഈ വീടിൻ്റെ എൻ്റെ ലുക്കിന് നല്ല ഇമ്പോർട്ടൻ്റ് റോള് വന്നിട്ടുണ്ട്. ടേബിൾ സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ഒരു ഡൈനിങ് ടേബിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വൈറ്റ് വിട്രിഫൈഡ് സ്ലാബാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ കോഫി ടേബിള്, അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഒക്കെ ടേബിൾ സ്റ്റോണിന്റെ പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് വീടുകളിൽ ഈ പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. ബ്യൂട്ടിഫുൾ, അതുപോലെ തന്നെ അതിന് മാച്ച് ആയിട്ടുള്ള എൻ്റെ ഇന്റീരിയറിന് മാച്ച് ആയിട്ടുള്ള ചെയർ കാണാൻ പറ്റും. ഡൈനിങ് ടേബിളിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് എന്തുണ്ട്, പാഷ്യോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊന്ന് കാണാം. നല്ല ഭംഗിയുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് സൈഡില് ഓളായിട്ട്. ഫ്ലോറിൽ അതിനോട് മാച്ച് ആവുന്നത് തന്നെ പിങ്ക് ഫ്ലോറും കൊടുത്തിട്ടുണ്ട്, റെഡ് ഫ്ലോർ കൊടുത്തിട്ട്. നമ്മളുടെ ഈ രണ്ട് വീടുകളിലും ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് ബ്രദേഴ്സിന്റെ ഒരേ മനസ്സ് പോലെ തന്നെ ഒരുപോലത്തെ വീടുകൾ, അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ രണ്ട് വീടുകളും തമ്മിൽ വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ റെഡിന് പകരം അപ്പുറത്ത് ഗ്രീൻ ആണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഡൈനിങ് ഏരിയന്റെ സൈഡിലായിട്ട് തന്നെ നമ്മൾ കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സെയിം ആസ് വൈറ്റ്. ബട്ട് ഇവിടെ 4x2 കജാരിയയുടെ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 4x2 സ്റ്റത്തുവാരിയോ വാളിൽ നമുക്ക് കൊടുത്തത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഗാലക്സി ഗ്രാനൈറ്റ് ആണ്. ഗാലക്സി ഗ്രാനൈറ്റ് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഗാലക്സി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് വേൾഡ് മാർക്കറ്റിൽ. ഇതിനെക്കുറിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുണ്ടാവും. നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉപയോഗിക്കും തോറും ഇതിന്റെ ഗ്ലേസിങ് കൂടുന്നുള്ള. നമ്മളിപ്പോ ഒരു 25-30 വർഷം മുമ്പ് കഴിഞ്ഞ വീടുകളിലും നമുക്ക് ഈ ഗാലക്സി ഗ്രാനൈറ്റുകൾ കാണാൻ പറ്റും. ഇന്നത് എന്തായിരിക്കും, ഷൈനിങ് ലൈക്ക് സ്റ്റാർസ് എന്നാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിൽ പെട്ടതാണ്. നമുക്കത് അറിയാവുന്ന പോലെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഇവിടെ കാണാം, വളരെ നല്ല ഡബിളൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഈ എൻ്റയർ പീസ് എന്താണ് ഇതുപോലെ തന്നെ ഗാലക്സിയാണ്. പിന്നെ നമുക്ക് ഈ സിങ്കും അതുപോലെ തന്നെ ഈ സിങ്കിന്റെ പ്രത്യേകത, ഇത് സ്പെഷ്യൽ സിങ്ക് ആണ്. നമുക്ക് ഇത് കണ്ടോ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിങ്ക് ആണ് ഇത്. വളരെ വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. ടാപ്പിൽ നമുക്ക് 2-3 മോഡ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നല്ല രസമാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. നമുക്കിതിൻ്റെ ഗ്ലാസ് കഴുകാനുള്ളത്, നമുക്കിവിടെ ഒരു സ്ക്വീസർ കാണാൻ പറ്റും. കുടിക്കാനുള്ള വെള്ളമൊക്കെ കളക്ട് ചെയ്യാനുള്ളതാണ്. കിച്ചണിൽ സിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, സിങ്ക് ഒരു ലെയർ വേറെ
ഗ്രാനൈറ്റ് വേറെ ലെയറും. ഇത് പറഞ്ഞാൽ ഇത് ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ എപ്പോക്സി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിങ്കിൽ തന്നെ വെള്ളം വരും. അപ്പോൾ അതെന്താണ്, നല്ലൊരു വർക്കാണ്. ഐഡിയ ഉള്ളവരാണ് ഈ വീട് മൊത്തത്തിൽ ചെയ്തത് എന്നുള്ളത് നമുക്ക് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചില വീടുകൾ എന്തായിരിക്കും, കാഴ്ചക്ക് നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ഫങ്ഷനാലിറ്റിക്ക് വരുമ്പോൾ അത്ര തന്നെ എന്തുണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഭംഗി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഇവിടെ എല്ലാം എന്തുണ്ട്, ബ്യൂട്ടി പ്ലസ് ഫങ്ഷനാലിറ്റി രണ്ടും പാടെ നല്ല കോമ്പിനേഷനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ, 4x2 ടൈല്, മൊസൈക്ക് ടൈൽ ഡിസൈനിലെ ടൈല്, വിട്രിഫൈഡ് 15 mm തിക്നെസ് വരുന്ന ടേബിൾ ടോപ്പ്, ഒരു വൈറ്റ് ബേസിന്, LED മിറർ. വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മഹാഗണി വുഡ് കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സ് ആണ് വീടിന് ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡിൽ നമുക്ക് സ്റ്റത്തുവാരിയോ ടൈലുകൾ കാണാൻ പറ്റും. വുഡിൻ്റെയും ടൈലിൻ്റെയും ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അപ്സ്റ്റെയറിൻ്റെ ഹാളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ബോർഡർ നമുക്ക് കാണാൻ പറ്റും, നാച്ചുറൽ വുഡ്. അതിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ നമ്മളുടെ സൊമാനിയുടെ 6x4 സ്റ്റത്തുവാരിയോ ഡിസൈനും കാണാൻ പറ്റും. ഹാളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സ്റ്റഡി ഏരിയയാണ്. കുട്ടികൾക്ക് പഠിക്കാനും പുസ്തകങ്ങൾ വായിക്കാനൊക്കെ പറ്റിയ ഏരിയ. ഇച്ചിരി സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ്, നല്ല നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഇതുപോലെ തന്നെ നമ്മളെ മെയിൻ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് പോലെ തന്നെ വുഡൻ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്സ്റ്റെയറിൻ്റെ ഹാള് ഒരു യു ഷേപ്പിലാണ് വരുന്നത്. അത് നല്ല എസ്തെറ്റിക് ലുക്കോട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടേബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞ കാറ്റഗറി, 15 mm തിക്നെസ് വരുന്ന, ഇത് ആക്ച്വലി ടൈലാണ്. നമുക്ക് ടേബിളിൻ്റെ ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് ടേബിൾ സ്റ്റോൺ. ഈ വീട്ടിനകത്ത് എൻ്റയർ ഫർണിച്ചർ, അതായത് ഡൈനിങ് ടേബിള്, കോഫി ടേബിളുകളെല്ലാം എന്താണ് ടേബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. സീറോക്കിൽ അതിൻ്റെ നല്ലതൊരു കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെതായിട്ട് തന്നെ ഒരു TV, ബാക്കിലൊരു വാള്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് നമുക്ക് ഇതിനകത്ത് ഭയങ്കര കാമാണ് ഈ വീട് എപ്പോഴും. അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി നമുക്ക് ഏത് പോർഷനിൽ നോക്കിയാലും കാണാൻ പറ്റും. എന്നാൽ എന്തല്ല, ഭയങ്കര ഒരുപാട് പ്രൊഡക്ട്സ് നിറച്ചിട്ട് വീടിനെ ചില ഏരിയയിൽ നമുക്ക് അതിപ്രസരം എന്ന് പറയാൻ പറ്റുന്നത് ഒരു ഓവർ ആക്കിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ. ഇതിൻ്റെ ആർക്കിടെക്റ്റ് നല്ലൊരു ഡിസൈനിങ് മികവ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മിസ്റ്റർ ഫാരിസ് ആണ് ആർക്കിടെക്ട് വന്നിട്ടുള്ളത്. പുള്ളിനെ പേഴ്സണലി പരിചയമുണ്ട്. വെരി ഗുഡ് ആർക്കിടെക്ട്. മാക്ഡെക്സ് ആണ് പുള്ളിയുടെ ആർക്കിടെക്ട് ഫേമിൻ്റെ പേര് വരുന്നത്. എന്തായാലും ഹാൻഡ്സ് ഓഫ്. നമുക്ക് ഈ റൂമും ചെക്ക് ചെയ്ത് നോക്കാം. 6x4 സൊമാനിയുടെ സ്റ്റത്തുവാരിയാണ് ഈ എൻ്റയർ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റൂമും സ്പേസ് ആയിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂമാണ്. ഒരു സൈഡിൽ പേസ്റ്റൽ കളറായിട്ടുള്ള ഗ്രീന് കാണാം. ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പേസ്റ്റൽ കളർ, പിങ്ക് ആൻഡ് വൈറ്റ്, ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബാത്റൂം. നമുക്ക് അതുപോലെ തന്നെ ജാഗറിന്റെ ഒരു ക്ലോസറ്റ് കാണാം. ബേസിൻ വളരെ മിനിമൽ ആൻഡ് യെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ബാത്റൂം. നെക്സ്റ്റ് റൂം ആസ് സെയിം. നമ്മൾ വളരെ ഈ വീട്ടിൽ ഒരു സിമ്പിൾ ഡിസൈനാണ് ഇവർ ഫോളോ ചെയ്തിട്ടുള്ളത്. വളരെ ജസ്റ്റ് വൺ വാളിന്റെ മാത്രം കളർ ചേഞ്ച് ചെയ്യുക, ബാക്കി ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാത്റൂം നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിങ്ക് ആയിരുന്നെങ്കിൽ ഇവിടെ ഗ്രീനാണ്. ഇത് ഫുൾ ബോഡി ടൈലാണ്, 4x2. അതുപോലെ തന്നെ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ക്വാർട്സ് ഡിസൈനിൽ വരുന്നത് ഫോട്ട ഗ്രീൻ ആൻഡ് വൈറ്റ്. നല്ല കോമ്പിനേഷൻസ് ആണ് എന്ത് എപ്പോഴും ഒരു ബാത്റൂമിന്റെ ബ്യൂട്ടി ആക്കുന്നത്. അത് കണ്ടില്ല, വൈറ്റ് ആൻഡ് ഗ്രീൻ എവർലാസ്റ്റിംഗ് കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയുണ്ടാവും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അതിന്റെ തന്നെ മാറ്റ് ഫ്ലോർ, ഗ്ലോസി വാൾ, ബ്യൂട്ടിഫുൾ.
നമുക്ക് ഡൈനിങ് ഹാളിന്റെ സൈഡിലുള്ള ബെഡ്റൂമും ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ ബെഡ്റൂമും ഒരുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടേക്കാം. നമുക്ക് ബാത്റൂംസ് ഒക്കെയാണ് നമ്മളുടെ താല്പര്യമുള്ള പ്രൊഡക്ട്സുകൾ. നമുക്ക് ഇവിടെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ആ എക്സാക്ട് സെയിം ഗ്രേ ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്, മാറ്റ് ഫിനിഷ്. ഇത്തരത്തിലുള്ള കളറുകളൊക്കെ ആകുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യില്ല. എന്നും അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി തന്നെ ഉണ്ടാവും. നമ്മൾ വീടുകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എലഗന്റ് ആയിട്ടുള്ള, എന്നും ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ, എന്നും ആ ഒരു ട്രെൻഡ് മാറാതെ നിൽക്കുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതെന്തായാലും ഈ വീട്ടിൽ നമുക്ക് ധാരാളം കാണാൻ പറ്റും. സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലെപ്പോത്ര ഫിനിഷിൽ വരുന്ന റൂബി റെഡ് എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റത്വാരിയോ ടൈല് 6x4 നമുക്ക് 3mm സ്പേസ് ഇട്ട് ചെയ്തിട്ടുള്ളത് കാണാം. വൈറ്റും റെഡും എന്നും നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്ന ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ റേസർ എന്താണ് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിറ്റ് ഔട്ടിന്റെ ഒരു ഭംഗി എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു റിലാക്സിങ് ഏരിയ ഉണ്ട്. 1200 വുഡൻ ടൈലാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ബെഞ്ച് കാണാം. അതിന്റെ ബാക്കിൽ ടൈലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. റിലാക്സ് ഏരിയന്റെ വാള് വരുന്നത് 4x2 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിക്ചർ ടൈലാണ്, നമുക്ക് GVT വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. മാത്രമല്ല ഈ എൻ്റയർ ഏരിയൻ്റെ തന്നെ ലുക്ക് എടുത്ത് കാണിക്കുന്നതിൽ ആ ടൈലിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോളുണ്ട്.